ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം ഉറക്കത്തിൽ കൂടുതലായിട്ട് സ്വപ്നങ്ങൾ കാണാറുണ്ടോ? എന്നാൽ ക്ഷീണിച്ച് തളർന്ന് ഫിസിക്കലി കൂടുതലായിട്ട് വർക്ക് എടുത്തൊരു ദിവസം കിടന്നത് ഓർമ്മയുണ്ട്, എണീറ്റത് ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നത് ഒരു പിടുത്തമില്ല. അത്രയ്ക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ടുണ്ടോ? ശരിക്കും എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബ്രെയിനിലും ബോഡിയിലും ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത്? ആക്ച്വലി നമ്മുടെ സ്ലീപ്പിന് 5 സ്റ്റേജസ് ഉണ്ട്. 4 നോൺ REM സ്ലീപ്പും 1 REM സ്ലീപ്പും. നോൺ REM സ്ലീപ്പ് അഥവാ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഇത് ആക്ച്വലി നമ്മുടെ ഫിസിക്കൽ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എസ്പെഷ്യലി സ്റ്റേജ് 3 and 4 ഇതിന് നമ്മൾ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയും. നമ്മുടെ ബോഡി റിക്കവർ ആകുന്നതും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ആകുന്നതും ഈ സ്റ്റേജസിലാണ്. അതുകൊണ്ടാണ് ശാരീരികമായിട്ട് തളർന്നൊരു ദിവസം നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത്. REM സ്ലീപ്പ് അഥവാ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഈ സ്റ്റേജിന് ശേഷമാണ് നമ്മൾ ഉറക്കം ഉണരുന്നത്. അതുകൊണ്ട് ഇവിടെ റാപ്പിഡ് ആയിട്ടുള്ള ഐ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ സ്വപ്നം കാണുന്നത് ആക്ച്വലി ഈ സ്റ്റേജിലാണ്. ഇത് നമ്മുടെ സൈക്കോളജിക്കൽ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മാനസിക പ്രശ്നങ്ങളുള്ള ദിവസം നമ്മൾ കൂടുതലായിട്ട് സ്വപ്നങ്ങൾ കാണുന്നത്. സോ ഉറക്കം അത്രയും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹെൽത്തിന് അത് അത്യാവശ്യമാണ്.